ഫസ്റ്റ് സ്പോട്ട് കവർ ചെയ്ത് തിരിച്ച് വണ്ടിയിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഏരിയയിലേക്ക് പോയതിന് തീരുമാനമായിട്ടില്ല എങ്ങോട്ടാ പോകേണ്ടത്. അവിടെ എത്തിയിട്ട് കാണിച്ചു പറയാം എങ്ങോട്ടേക്കാവുന്നുള്ളത്. പിന്നെ ഇവർ പറഞ്ഞൊരു കാര്യം കേട്ടോ, നമ്മൾ ജീപ്പില്ലേ, ജീപ്പ് നമ്മൾ സാധാരണ ഇങ്ങനെ ട്രക്കിങ്ങുള്ള ഏരിയയിലെല്ലാം പോകുമ്പോൾ നമ്മൾ ജീപ്പ് കാണില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ ഇങ്ങനെ ക്യാൻവാസ് ചെയ്ത് പിടിക്കുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു 250ഓളം ജീപ്പുകളുണ്ട് ഇങ്ങനെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് നമ്പർ കൊടുത്തിട്ട് അവർ ആ ഒരു ഓർഡറിലാണ് ഓടുന്നത്. അതായത് നമ്പർ അനുസരിച്ചിട്ട്. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും അവർക്ക് ഒരു ഓട്ടം കിട്ടാം. അപ്പോൾ നമ്മൾ പോയ ജീപ്പ് കഴിഞ്ഞ വ്യാഴാഴ്ചയാവുമല്ലോ ഒരു ഓട്ടം ഓടിയത്. അതിനുശേഷം ഇപ്പോൾ ഓടുന്നതാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്, കാരാപ്പുഴ ഡാം. നല്ല റഷാട്ടാ. നമ്മൾ നേരത്തെ കണ്ടതിലും തിരക്കുണ്ട്. എല്ലാവരും ഇവിടെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കേന്. 9 മണി മുതൽ 6 മണിയാട്ടോ വേറെ സമയം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. റേറ്റ് ഇങ്ങനെയാട്ടോ, അഡൾട്ട് 50, സീനിയർ സിറ്റിസൺ 40, ചിൽഡ്രൻ 20. പിന്നെ സ്റ്റിൽ ക്യാമറ, വീഡിയോ ക്യാമറ, ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ ഈ ഒരു റേറ്റിൽ. ക്യാഷ് മാത്രമായിട്ട് വരാം, GPay ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. മറ്റേത് രാവിലെ എത്തിയോണ്ട് അത്ര വെയിലൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം കുറച്ച് വെയിലുണ്ട്, പക്ഷെ എന്നാലും ചെറിയ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ കുറച്ച് റിലാക്സ് ചെയ്ത്. പിന്നെ അതുപോലെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് കയറണം. ഇതിപ്പോൾ എനിക്ക് ഒന്ന് സിപ്പ് ലൈനിലേക്കുള്ള ക്യൂ ആണ്. അവർ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് പോവാം. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് അപ്പുറത്ത് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റ് ചാർജാണ്. മൊത്തം ഗാർഡൻ ഏരിയ ആണ്. ഗോൾഡൻ ബാംബു. ഗോൾഡൻ ബാംബു ശ്രീജേച്ചിന്റെ വീട്ടിലുണ്ടെന്നാ പറഞ്ഞത്. വന്നാ തരുമോ? അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കും തോറും ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് കയറ്റി കറക്കി വിടട്ടെ. ഡാം എടുക്കണ്ട. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര പേടിയാട്ടോ. പ്രത്യേകിച്ച് ഇതാ ഇങ്ങനെ താഴ്ത്തി വരുന്നത്. നമ്മൾ ആക്ടിവിറ്റീസിലൊന്നും കയറുന്നില്ല. ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു. നമ്മളിവിടെ ആക്ടിവിറ്റീസിലൊന്നും കയറാത്ത സ്ഥിതിക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയേന്. അപ്പം എനിക്ക് വേറൊരു കാര്യം പറയാൻ തോന്നി. ഞാൻ സാധാരണ വീഡിയോയിൽ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ബാക്കോട്ടാണ്. പക്ഷെ എനിക്ക് ഇന്ന് ഇത് പറയണമെന്ന് തോന്നി. നമ്മൾ ട്രക്കിങ്ങിന് പോയ ജീപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, ടൂറിസം മേഖലയിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നമ്മളിപ്പം പോയ 900 കണ്ടിയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കുറച്ച് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അവിടെ നമ്മൾ കയറണമെങ്കിൽ ഹൈ എമൗണ്ടാണ് കൊടുക്കേണ്ടി വരിക. ഇപ്പോൾ ഉദാഹരണം 800 രൂപ അല്ലെങ്കിൽ 150 രൂപ. മുമ്പൊക്കെ 40 രൂപ ഉണ്ടായിടത്ത് ഇപ്പം 150 രൂപയാണ്. അത് ലിമിറ്റ് വെച്ച് ആളെ കയറ്റുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നമുക്ക് ആ ഒരു 800 രൂപ കൊടുക്കുന്നതിനൊക്കെ വെറുത്തല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ആളത് പറയുന്നുണ്ടെങ്കിൽ, ആൾ പറഞ്ഞു ഈ ഒരു 10 വർഷം കൊണ്ട് ടൂറിസം മേഖല നല്ല രീതിയിൽ കുളമാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ, നമ്മളൊക്കെ സാമാന്യ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവരല്ലേ. അപ്പോൾ എനിക്ക് ആ ആളെന്നോടത് പറഞ്ഞപ്പോൾ എനിക്കത് വീഡിയോയിൽ പറയണമെന്ന് തോന്നി. ഉള്ളത് പറയാലോ. അവരുടെ വരുമാന മാർഗ്ഗമാണ്, അവരിത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ആ ഒരു മേഖലയെ പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട്. നമ്മൾ പുറമേ നിന്ന് പോയി വിസിറ്റ് ചെയ്ത് വരുന്ന പോലെയല്ല. അവർ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി നിൽക്കുന്നവരാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു വിഷമം പറയുകയാണെങ്കിൽ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയേ. മാറേണ്ട സമയമായി. നമ്മൾ ടൂറിസം മേഖല ഭയങ്കരമായിട്ട് വിപുലീകരിച്ചു അല്ലെങ്കിൽ ഡെവലപ്പായി എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിൽ നിൽക്കുന്നവർക്കും കൂടി അത് തോന്നണ്ടേ. അപ്പം മാറി ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്. ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തിരിച്ചറിവുണ്ട്. അതിനനുസരിച്ചിട്ട് ആളുകൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ഇപ്പോൾ വോട്ടിങ്ങൊക്കെ ആയല്ലോ. അപ്പം നിങ്ങളും നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടും നല്ല ഭരണം കണ്ടെത്താൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്കുള്ള പവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ കാരാപ്പുഴ ഡാമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഫുഡ് കഴിക്കാനുള്ള ലക്ഷ്യം. ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ, ഓൾറെഡി കാണിച്ചൊന്നുമില്ലേ.
അൺബോക്സിങ് ബിരിയാണി രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന ചേട്ടാ. ചേച്ചിയാ പ്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ പ്ലേറ്റർ സിസ്റ്ററോ ടെസ്റ്ററാ ഫസ്റ്റ് കഴിക്കുന്നു. കിട്ടി കഴിഞ്ഞാൽ പിന്നെ വെറുതെ എന്തിനാ വെച്ചോണ്ടിരിക്കണേ. ഓ ശ്രീ ചേച്ചി എങ്ങനെയുണ്ട്? നല്ല ചൂട് തന്നെ ഉണ്ട് ഇപ്പൊ. ചൂടുണ്ടാ? ചൂടോട് കൂടി ഇരിക്കുന്നു. ഇവിടെ അതിഗംഭീര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാ പോണ്ടേന്ന്. ഒരു തീരുമാനത്തോ? അടുത്ത എങ്ങോട്ടും? നമ്മളിവിടെ ഒരു വയനാട്ടുകാരി ഉണ്ട് കേട്ടാ, ജോബേച്ചി. ജോബേച്ചിന്റെ നാട് വയനാടോ? ഇപ്പൊ ഇരുട്ടിയില്ലല്ലേ? ചൂടിലേക്കിലൊക്കെ വന്നിട്ടില്ല. കയറണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ നോക്കിയാണ്. ജിൻസേച്ചി അട്ടയുണ്ട് പോലും പേടിയുണ്ടാ? അട്ടേനെയും പേടിയില്ല. അട്ടനെ പിടിച്ച ജിൻസേച്ചിന്റെ കാലിലാണ് ഞാൻ എല്ലാം അതേപോലെ ഇടും കട്ട് ചെയ്യാണ്ട്. മാത്രം മതി, രട്ട വേണ്ട. ഇവിടെ കയറി വരുമ്പം തന്നെ നല്ല ഷോപ്പിംഗ് ഏരിയ ആണുള്ളത്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ വന്ന് കുറച്ച് പേര് കയറിയിട്ടുണ്ട് ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ. ഇവിടെ മെയിനായിട്ട് ബോട്ടിംഗ് ആണ് ഉള്ളത്. ബോട്ടിംഗ് ഒരാൾക്ക് 2 ബോട്ട് 2 സീറ്റിന് 300 വരുന്നത്. അപ്പോൾ ഒരാൾക്ക് എത്ര? 150. ഈ ഒരു ഏരിയ ഉള്ളൂ. കയാക്കിങ്ങും ഉണ്ട്, പെഡൽ ബോട്ട് മാത്രല്ലേ. ഞാൻ തൽക്കാലം ബോട്ടിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പൂ വീണിട്ട് നല്ല ഒരു റോസ് പരവതാനി വിരിച്ച പോലെയുള്ള ബോട്ടിങ് ഇതിൻ്റെ അകത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ, ഈ ഒരു ഏരിയ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു റോസ് ആ രീതിക്ക് തന്നെ ഉണ്ട്, ഒന്നും പറ്റാതെ. നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട്, കുറച്ചുകൂടെ കളറുണ്ട് വീഡിയോയിൽ കാണുന്നതിലും. നമ്മളങ്ങനെ നടന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ 3 ഉള്ളൂ, ബാക്കിയെല്ലാം പല വഴിക്ക് പോയി. കയറാത്തവരും ഉണ്ട് കുറച്ച്. ചേച്ചി ചെടിനെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ് ആളെന്തൊക്കെയോ കണ്ടുപിടിക്കുന്നത്. റോസ് കണ്ടത് വീഴുന്നല്ല കേട്ടാ, ഇത് മുളച്ചു വരുന്നതാണ്. എന്തോ ചെറിയ പൂവാണ്. അത് നശിക്കാതിരിക്കാനാണ്. അതെ, അങ്ങനെയാണ് വിദഗ്ധ ജിൻസി CH അഭിപ്രായപ്പെടുന്നത്. അതിനോട് നമുക്ക് യോജിക്കാം. ഇനി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു ഷോട്ട് കിട്ടും. ജിൻസി കമോൺ, നല്ലൊരു ഷോട്ട് കിട്ടും. കമോൺ ഇല്ല, ആള് പിൻവലിഞ്ഞു. എന്തെങ്കിലും പറയൂ. യെസ് ഗൈസ്, നമ്മളെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു വഴിയിലൂടെ പോവുകയാണ്. ഇതേതായാലും ഫുള്ള് റൗണ്ട് അടിച്ച് കറങ്ങാനുണ്ട്. ഇതുവരെ പൂക്കോട് വന്നിട്ട് നമ്മൾ പോയിട്ടില്ല. ഇനി ഏതായാലും അത് മൊത്തം കവർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക്. അടിപൊളി, കാണിച്ചേ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. നമ്മള് കറക്റ്റ് ടൈം ആലയുടെ വന്നേ, ഈവനിങ്. ക്യാമറയിൽ കാണുന്നതിൽ നല്ല ഭംഗിയുണ്ട് കേട്ടാ, നല്ല വൈബ് ഉണ്ട് കേട്ടോ അതിലേ നടക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ് വാക്കിന് പറ്റിയ ഒരു സ്പോട്ട്. ഇപ്പം നമ്മൾ പൂക്കോട് ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെ ജിഞ്ചർ ടീ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. അതിപ്പോ എല്ലാരും കണ്ടിരുന്നോണ്ടന്നെ കുടിക്കട്ടോ. അപ്പൊ നമ്മള് ടീ
ടീ എസ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് വയനാട് വന്ന തേയിലത്തോട്ടത്തു നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കണം എന്നാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പോവാണ്. ഇവരെല്ലാം മുമ്പേ പോയിട്ടുണ്ട്. പോകുന്ന വരിയായി പോകുന്നതൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരാ. വിനേച്ചി ലുക്കൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ട് നടന്നു പോകുന്ന കാണാൻ. ബാക്കിയുള്ളവർ പുറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വിജയകരമായിട്ട് 3-4 സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അത്രേ നമ്മൾക്ക് പ്ലാൻ ഉണ്ടായിട്ടുള്ളൂ. കാണുന്ന സ്ഥലങ്ങൾ നല്ല രീതിയിൽ പോയി കാണാം. അപ്പോൾ അതെന്തായാലും നടന്നിട്ടുണ്ട്. അതിൽ 900 കണ്ടിയാണ് എല്ലാവരുടെയും ഫേവറേറ്റ്. എല്ലാവരും ഫസ്റ്റ് ടൈം പോകുന്നതായിരുന്നു 900 കണ്ടിയിലേക്ക്. ടീ മ്യൂസിയത്തിലേക്ക് പോകാനേ ടൈം കഴിഞ്ഞോന്നറിയില്ല. ഇപ്പം 5 മണി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്ന ടീ മ്യൂസിയം. ശ്രേഷി, എന്താണ് മ്യൂസിയത്തെ പറ്റി പറയാനുള്ളത്? മ്യൂസിയത്തെ പറ്റി കയറി ഇറങ്ങിയിട്ട് പറഞ്ഞാൽ മതിയോ? എന്നാ മതി, ആയിക്കോട്ടെ. അത് മാന്യമായ ഒരു മോഡൽ വണ്ടി ഏതാണെന്ന് നമുക്കറിയാം. നമ്മൾ നൈസായിട്ട് ഇതായി ഫാക്ടറി ക്ലോസ് ചെയ്തു. ഉച്ചവരെ ഇവിടെ ഫാക്ടറി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കയറി നമുക്ക് ചായപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. കയറി കാണാൻ പറ്റില്ല കേട്ടോ. നല്ല സൺസെറ്റ് ആയിട്ടുണ്ട്. നല്ല കിടിലം. എന്തൊക്കെയോ തള്ളുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നൈറ്റിലെ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ലേ, ഇവിടെ പേരാവൂർ ഒരു ഹോട്ടലിൽ. കേരളത്താണ്, പേരാവൂരല്ല കേട്ടോ. എല്ലാവരും ഇരിക്കുന്ന ഓർഡർ എടുക്കലാണ്. ഇന്ന് അച്ഛൻ്റെ സ്പോൺസർ ആണല്ലേ. നമ്മൾ നൈറ്റിലേക്ക് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. നമ്മളെ വണ്ടി പോവാൻ റെഡി ആയി. ഏകദേശം നാട്ടിലെത്താറായി. അപ്പൊ ആദ്യം ഇരുട്ടിന്ന് കയറി ജോബി വെച്ച് ഇറങ്ങി. ജോബി വെച്ച് ടാറ്റ പറ. എത്ര സെറ്റ് ആൾക്കാർ ഇറങ്ങലായി. ഇത്രയും ക്ഷീണിച്ചു. ഓ, അവിടെ എന്താ ലൈറ്റ്, റോഡ് പണീൻ്റെ ലൈറ്റ്. നമ്മളങ്ങനെ കൈറോസിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. ഇറക്കി വണ്ടി പോവാണ് നമ്മൾ കൈറോസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.